പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയ സമയത്ത് ഈ പരിശുദ്ധമായ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരിക്കുവാൻ ദൈവം നൽകുന്ന കൃപയോർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. കർത്താവേ, സർവശക്തനായ അങ്ങയുടെ മുമ്പിലായിരിക്കുവാൻ അങ്ങ് നൽകുന്ന കൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ കാണുന്ന, ഞങ്ങളുടെ മനസ്സ് കാണുന്ന കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ശക്തമായി സ്തുതിച്ച് ഈശോയ്ക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. കർത്താവേ, ഞങ്ങളോട് തിരുമണിക്കൂറിൽ അങ്ങ് സംസാരിക്കണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ഈശോയെ ആരാധന. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനം. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ഹൃദയവികാര വിചാരങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കർത്താവ് വളരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ലോകം മുഴുവൻ്റെയും മേൽ കരുണ വർഷിക്കുവാൻ ആഗ്രഹിച്ചൊരുക്കിയ സമയം. ഈശോയുടെ തിരുവിലാവ് കുത്തിത്തുറന്ന് നമുക്ക് വേണ്ടി തിരുരക്തവും തിരുജലവും ഒഴുക്കിയ ആ നിമിഷം നമുക്ക് വിശുദ്ധിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നമുക്ക് ഹൃദയത്തിൽ ഈശോയെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നമുക്ക് ദൈവസന്നിധിയിൽ ശാന്തമായ ഹൃദയത്തോടെ ആയിരിക്കാം. സർവശക്തനായ ദൈവം, അത്യുന്നതനായ ദൈവം, സർവാധിപനായ ദൈവം നമ്മുടെ മുമ്പിൽ പരിശുദ്ധമായ അൾത്താരയിൽ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം നമുക്ക് ഈശോയെ ഹൃദയം തുറന്ന് കാണാം. ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിട്ടുള്ള തിരുവചന വാഗ്ഭാഗം ലൂക്കയുടെ സുവിശേഷം 9-ാം അധ്യായം 43, 44, 45 തിരുവചനങ്ങൾ. വളരെ ചെറിയ ഒരു സുവിശേഷ വചനഭാഗം എങ്കിലും വളരെ ആഴമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ സുവിശേഷം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ സുവിശേഷത്തിൻ്റെ മുമ്പും പിൻപുമുള്ള വചനഭാഗങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ ആഴമായ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. ഇവിടെ ഈശോ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിന് തൊട്ടു മുമ്പ് കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈശോ ഒരു പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, ഒരു പിശാച് ബാധിച്ച ഒരു ബാലനെ അവൻ്റെ പിതാവ് ഈശോയുടെ ശിഷ്യന്മാരുടെ അടുത്ത് ആദ്യം കൊണ്ടുചെല്ലുന്നു. അവിടെ വെച്ച് അവർക്ക് ആ പിശാചിനെ ബഹിഷ്കരിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പേരിൽ ഈശോ വിശ്വാസമില്ലാത്ത വഴിപിഴച്ചതുമായ തലമുറയെന്നൊക്കെ പറഞ്ഞ് ഈശോ ശിഷ്യന്മാരെ ശാസിക്കുന്നുണ്ട്. അങ്ങനെ ശിഷ്യന്മാർക്ക് സാധിക്കാത്ത കാര്യത്തിനായി ഈ പിതാവ് ബാലനുമായിട്ട് ഈശോയുടെ സന്നിധിയിലെത്തുന്നു. ഈശോ പിശാചിനെ ബഹിഷ്കരിക്കുന്ന സംഭവം നമുക്ക് കാണാം. തുടർന്നാണ് നമ്മൾ ഈ കാണുന്ന വചനഭാഗം, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗമുള്ളത്. അവിടെ ഈശോ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച്, പ്രവചനത്തെക്കുറിച്ച് പറയുന്നു. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് പറയുന്നു.
അതിനു മുമ്പ് പറയുന്ന വചനഭാഗം എങ്ങനെയാണ്? ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. അതായത് സഹനം ക്രൈസ്തവ ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പായിട്ടുള്ളതാണ്. നമ്മളതിനെ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ ജീവിതവും മറ്റു ജീവിതവുമായിട്ടുള്ള ഒരു വ്യത്യാസം. കാരണം കുരിശില്ലാതെ ഒരു ക്രൈസ്തവ ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. കാരണം ദുഃഖവെള്ളിയില്ലാതെ ഒരു ഉയർപ്പ് തിരുനാൾ നമുക്കില്ല. പക്ഷേ നമ്മളതിനെ കാണുന്നത് ഏത് മനോഭാവത്തോടു കൂടിയാണ് എന്നുള്ളതാണ് മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. കാരണം നമ്മൾ അത്ഭുതങ്ങളിലാണ്. നമുക്കറിയാം, പിശാച് ബാധിച്ച ബാലനിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ അവർ വിസ്മയിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ആ കാര്യം കണ്ടപ്പോൾ അവർക്ക് വിസ്മയമുണ്ടായി, അത്ഭുതം തോന്നി. പക്ഷേ തുടർന്ന് ഈശോ സഹനത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് അത് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് തിരുവചനം പറഞ്ഞു വയ്ക്കുന്നത്. തുടർന്ന് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, തൊട്ടടുത്ത് തന്നെ അവർ പറയുന്നു, തങ്ങളിൽ ആരാണ് വലിയവനെന്ന് പറഞ്ഞ് അവർ തർക്കിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മുടെ വിശ്വാസം എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? നമുക്കൊരു രോഗാവസ്ഥ വന്നാലോ ഒരു സഹനം കടന്നു പോയാലോ നമ്മുടെ വിശ്വാസത്തിന് എന്തെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം പിശാച് ബാധിച്ച് ബാലനെ സുഖപ്പെടുത്തിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടുവെങ്കിൽ സഹനത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവർക്കത് ഗ്രഹിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് തിരുവചനം പറയുന്നത്. തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവരിൽ ആരാണ് വലിയവനെന്ന് അവർ പരസ്പരം തർക്കിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്കൊരു ബുദ്ധിമുട്ടും വേദനയും ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിച്ച അവസ്ഥയിലൂടെ തന്നെയാണ് തുടർന്ന് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ലൂക്കയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഈശോ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സാത്താൻ നിന്റെ ഗോതമ്പ് പതിര് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, പക്ഷേ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ നിന്റെ സഹോദരങ്ങളെയും ശക്തിപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ മുറുകെ പിടിക്കണമെന്നാണ് ഈശോ തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ വായിക്കുന്ന വചനഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ടാവണം. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ വെറുതെ വായിച്ചു പോകാതെ ഈശോ അതിലൂടെ എന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം, ഈ ലോക ജീവിതം ഒരു രോഗാവസ്ഥ വന്നാലോ അല്ലെങ്കിൽ മരണതുല്യമായ അവസ്ഥയിലൂടെ കടന്നു പോയാലോ അതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? പക്ഷെ ഒരു ക്രിസ്ത്യാനി അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിന് ഏറ്റവും നല്ല ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലാസറിനെ ഈശോ ഉയർപ്പിച്ച ഒരു സംഭവം. അവിടെ ലാസർ രോഗിയാണെന്നും പറഞ്ഞ് സഹോദരിമാര് ഈശോയെ അറിയിക്കുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യം, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ഇത് ദൈവപുത്രനും ദൈവപിതാവും മഹത്വപ്പെടുവാൻ വേണ്ടിയുള്ളതാണ് എന്നാണ്. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഈശോ ലാസർ മരിച്ചതിന് ശേഷം അവരുടെ വീട്ടിൽ ചെല്ലുകയും ലാസറിനെ 4 ദിവസം ചീഞ്ഞഴിഞ്ഞ ലാസറിൻ്റെ ശരീരം ഉയർപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊരു രോഗമുണ്ടാകുമ്പോൾ നമ്മളത് ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതാണ്. കാരണം അതാണ് ഈശോ പറയുന്നത്, ചില വേദനകൾ, ചില ദുഃഖങ്ങൾ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല, ഇതിലൂടെ ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവം തന്നെ മഹത്വപ്പെടുവാനുള്ളതാണ് എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ രീതിയിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ തിരുവചനത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാവണം. നമ്മൾ കേൾക്കുന്ന സുവിശേഷം, കേൾക്കുന്ന വചനഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് ആഴമായി മനസ്സിലാക്കാൻ സാധിക്കണം. അതിനെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ ഇതുമായിട്ട് സമാനമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അവിടെ എത്യോപ്യക്കാരി രാജ്ഞിയുടെ ഒരു ഭണ്ഡാര സൂക്ഷിപ്പുകാരൻ, അദ്ദേഹം ജെറുസലേമിൽ ആരാധന കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അപ്പോസ്തലനായ പീലിപ്പോസിനെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. അപ്പോൾ മടക്കയാത്രയിലെ ഈ ഭണ്ഡാര സൂക്ഷിപ്പുകാരൻ ഏശയ്യയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പീഡാനുഭവത്തെക്കുറിച്ചാണ്, ഈശോയുടെ പീഡാനുഭവ പ്രവചനത്തെക്കുറിച്ചാണ് അവിടെ ഈ ഭണ്ഡാര സൂക്ഷിപ്പുകാരൻ വായിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയോട് പീലിപ്പോസ് ചോദിക്കുന്നുണ്ട്, നീ വായിക്കുന്നത് എന്താണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ട്? ഒരുപക്ഷെ നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു മേഖലയാണ്. നമുക്ക് ആഴമായി വചനം
എത്രത്തോളം ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടുന്നത് നല്ലതാണ്. കാരണം വിതക്കാരൻ്റെ ഉപമയിലൊക്കെ നമുക്കറിയാം ഏത് നിലത്ത് വീണ വിത്താണ് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പം അതുപോലെ എത്യോപ്യക്കാരനായ ഈ വ്യക്തി വചനം വായിച്ചപ്പോൾ ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ ഞാനിതൊക്കെ എങ്ങനെ മനസ്സിലാക്കും? തുടർന്ന് ഈ ഫിലിപ്പോസ് പഴയ നിയമ കാലം തൊട്ടുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് ഈശോയുടെ സുവിശേഷം വരെയുള്ള കാര്യം ഈ ഭണ്ഡാര സൂക്ഷിപ്പുകാരന് ഈ ഫിലിപ്പോസ് പറഞ്ഞു കൊടുത്തു. തുടർന്ന് കിട്ടിയ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, എനിക്ക് സ്നാനം നൽകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? തുടർന്ന് പോകുന്ന വഴിയിൽ ഒരു ജലാശയത്തെങ്കിൽ രഥം നിർത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് എനിക്ക് ജ്ഞാനസ്നാനം നൽകണമെന്ന് ഫിലിപ്പോസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. കാരണം ആ വ്യക്തി തിരിച്ചറിഞ്ഞു. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ തിരിച്ചറിവാണ് ഈ വ്യക്തിയെ ജ്ഞാനസ്നാനത്തിലേക്ക് നയിക്കുന്നത്. അതാണ് വചനം നമ്മളെ ഈശോയിലേക്ക്, ഈശോ എന്ന ഏകരക്ഷകനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നുണ്ടോ, ആ ഒരു ബോധ്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഈ ആരാധനയിൽ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടതാണ്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ഈശോയെ ഞങ്ങളുടെ മേൽ കരുണ വർഷിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതേപോലെ തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്കറിയാം പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധന സമയത്തും പത്രോസ് പറയുന്നതും ഇത് തന്നെയാണ്, നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ അടുത്തുണ്ടല്ലോ, ഞങ്ങൾ ആരുടെ അടുത്ത് പോകും? പക്ഷെ ഇത് സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തി തരുന്നത് എന്നതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മാംസരക്തങ്ങളല്ല ഈ ഒരു കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടത്. സ്വർഗസ്ഥനായ പിതാവ് മനസ്സ് വയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു വെളിപാട് ലഭിക്കുവാൻ വേണ്ടി ഈ മേഖലയിൽ നമുക്കൊരുപാട് കരുണ ആവശ്യമുള്ള ഒരു മേഖലയാണ്. കാരണം നമുക്ക് ഈ ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇല്ലെങ്കിൽ സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കിത് ഒരു അലസമായ ഒരു ഇതായിട്ട് മാറും. കാരണം ക്രിസ്തീയതയുടെ മനോഹാരിത കുരിശ് ഈശോ തന്നെ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. ഈ വചനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണമെങ്കിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ മനോഹാരിത മനസ്സിലാക്കണം. അതുതന്നെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഈശോ വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഈശോ ക്ഷമയോടെ കുരിശ് സഹിച്ച് ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്ന്. ക്ഷമയോടെ കുരിശ് സ്വീകരിച്ച് മഹത്വത്തിലേക്ക് നടന്നു കയറുവാനുള്ള ഒരു വിളിയാണ് ക്രൈസ്തവ ജീവിതം. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18 പറയുന്നത്, ഇന്നത്തെ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ക്ഷണനേരത്തേക്കുള്ളതാണ്. ഇത് മഹത്വത്തിലേക്ക്, നമ്മൾ മഹത്വത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ ഇത് നിസ്സാരമാണെന്നാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രത്യാശ വർദ്ധിക്കണമെങ്കിൽ, നമ്മൾ നിരാശപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. അതുതന്നെയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നത്. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആ ഒരു ബോധ്യത്തിൽ ഈ ഒരു മേഖല അനേകർക്ക് തുറന്നു കിട്ടേണ്ട ഒരു മേഖലയാണ്. ദൈവത്തിൻ്റെ കരുണ ഒരുപാട് ഒഴുകേണ്ട ഒരു മേഖലയാണ്. കർത്താവേ, ആത്മീയ ബോധ്യങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ കരുണയുടെ മണിക്കൂറിൽ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഏതെങ്കിലുമൊക്കെ വേദനയിലൂടെ കടന്നു പോകുന്നവർ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, ഏതെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെയൊക്കെ നിയോഗങ്ങൾ ഈ നിമിഷം നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നു, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. നമ്മൾ ചില സഹനങ്ങളൊക്കെ ഈശോ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ദൈവ പദ്ധതി തിരിച്ചറിയാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ ആ ഒരു മേഖലയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും